അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഡെറിവേഷനും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോളിനോയിഡിലെ സെൽഫ് ഇൻഡക്റ്റൻസ് ഇക്വേഷൻ എന്തായിരുന്നു എന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ് എന്നാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ? മ്യൂച്വൽ ഇൻഡക്ഷൻ, ഓക്കെ, യെസ്. മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ മ്യൂച്വൽ കോപ്പറേഷൻ, മ്യൂച്വൽ ബെനിഫിറ്റ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? യെസ്, അതുപോലെയൊരു സംഭവം തന്നെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സോളിനോയിഡ് ഇവിടെ വെച്ചു. ഓക്കെ, നമ്മളത് 10ാം ക്ലാസ്സിൽ SSLC പഠിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും +2-ൽ ഒന്നും കൂടി നല്ലോണം ഡീപ്പറായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു സോളിനോയിഡ് വെച്ചു. ഇനി ഞാൻ അതിൻ്റെ തൊട്ട് അപ്പുറത്ത് ഒരു ചെറിയൊരു സോളിനോയിഡിനെയും വെച്ചു. ഓക്കെ, ഞാൻ ഈ സോളിനോയിഡിൽ കറണ്ട് കടത്തി വിട്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആയില്ലേ? ആവില്ലേ? യെസ്. പക്ഷേ എല്ലാ മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങനെയല്ല പോവുക. ചില മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഈ ചെറിയൊരു സോളിനോയിഡിനുള്ളിൽ കൂടിയും പോകും. അപ്പോൾ എന്തുണ്ടാവും? യെസ്, നമുക്കറിയാം അവിടെ ഒരു കറണ്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവില്ലേ? ആ ഫ്ലക്സ് അല്ലേ EMF പ്രൊഡ്യൂസ് ചെയ്യുക. യെസ്, ഞാൻ ഈ സോളിനോയിഡിനെ A എന്ന് വിളിച്ചു, ഈ സോളിനോയിഡിനെ B എന്നും വിളിച്ചു. ഓക്കെ, ഇനി ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ എയിലെ കറണ്ട് കൂട്ടി എന്ന് വിചാരിക്കും. എയിലെ കറണ്ട് കൂട്ടി, ആ സമയം ഞാൻ പറയാം ഇവിടെ എയിൽ ഫ്ലക്സ് ഉണ്ടായി, എയിൽ തന്നെ EMF ഉണ്ടായി. ശരിയാണോ? അല്ല, ടെക്നിക്കലി ഇത് ശരിയാണ്. ഒരു സോളിനോയിഡിൽ നമ്മൾ കറണ്ട് കൊടുത്തു, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി, EMF ഉണ്ടായി, ശരിയാണ്. പക്ഷേ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ, ഇൻഡക്ഷനിൻ്റെ കേസിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞത് കറക്റ്റാണ്, ആദ്യത്തെ സ്റ്റാർട്ടിങ് കറക്റ്റാണ്. കറണ്ട് എയിലുള്ള ആളുടെ കറണ്ട് ഞാൻ കുറച്ച് കൂട്ടി. ചിലപ്പോൾ വിചാരിക്കും 3 ആംപിയറിന് ഒരു 10 ആംപിയർ അല്ലെങ്കിൽ 5 ആംപിയർ ആക്കി. അപ്പോൾ നമ്മൾ കറണ്ട് എയിൽ കൊടുത്ത സമയത്ത് എയിലല്ല ഫ്ലക്സ് കൂടുക, ഫ്ലക്സ് ജനറേറ്റ് ആവുക. എയിൽ ജനറേറ്റ് ആവും, പക്ഷേ ആ ഫ്ലക്സ് ബിയിലേക്കും കൂടി പോകും. ബിയിൽ ഫ്ലക്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് EMF? ബിയിൽ EMF ഉണ്ടാവും. മനസ്സിലായോ? എയിൽ കറണ്ട് കൂട്ടി, അതുകൊണ്ട് ബിയിൽ ഫ്ലക്സ് കൂടി, അതുകൊണ്ട് ബിയിൽ തന്നെ EMF ഉണ്ടായി. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുകൊണ്ട് പറയുന്നത്. ഇവിടെ എ എന്ന് പറഞ്ഞ വലിയ സോളിനോയിഡ് കാരണം ആർക്കുണ്ടായി? EMF ബിയിനുണ്ടായി. മ്യൂച്വൽ കോപ്പറേഷൻ ബിറ്റ്വീൻ എ സോളിനോയിഡ് ആൻഡ് ബി സോളിനോയിഡ്, ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സോളിനോയിഡിൽ ഞാൻ കറണ്ട് കൊടുത്തു വിട്ടുന്ന സമയത്ത് മറ്റേ സോളിനോയിഡിൽ പുതിയൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുകയും, പുതിയതല്ല, ഈ വലിയ ആളുടെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇങ്ങോട്ട് ഷെയർ ആവുകയും, അതുമൂലം ബിയിൽ ഒരു EMF ഉണ്ടാവുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇതിനെ സംബന്ധമായിട്ടൊരു ഡെറിവേഷൻ പഠിക്കാനുണ്ട്, പക്ഷേ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നടുത്ത ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ക്ലാസ് മനസ്സിലാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.